ഹലോ ഡിയേഴ്സ്, എൻ്റെ പേര് അനുശ്രീ കെയർ. ഞാൻ വിദ്യോദയ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്കായി ഒരു കൊച്ചു കഥ പറഞ്ഞു തരാനാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ? കഥയുടെ പേര് ഭീരുവായ കുറുനരി. പണ്ടൊരു കാട്ടിൽ ഒരു കുറുനരി ജീവിച്ചിരുന്നു. ആ കുറുനരിക്ക് എല്ലാത്തിനോടും ഭയമായിരുന്നു. ഒരു ദിവസം അവൻ ആഹാരം അന്വേഷിച്ച് ആ കാട് മുഴുവൻ അലഞ്ഞു. എന്നാൽ ഭീരുവായ കുറുനരിക്ക് അന്ന് ഒന്നും തന്നെ കിട്ടിയില്ല. അവന് വിശപ്പ് സഹിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ ഭക്ഷണം അന്വേഷിക്കുന്നതിനായി കാടിന് പുറത്തിറങ്ങാൻ തീരുമാനിച്ചു. കാടിന് പുറത്തിറങ്ങിയ കുറുനരി എത്തിച്ചേർന്നതാകട്ടെ ഒരു യുദ്ധഭൂമിയിലായിരുന്നു. അവൻ ചുറ്റും നോക്കി. അവിടെയെങ്ങും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആളൊഴിഞ്ഞ കൂടാരങ്ങൾ കണ്ടപ്പോൾ ഈ അടുത്തു തന്നെ അവിടെ യുദ്ധം നടന്നതായി അവന് മനസ്സിലായി. അപ്പോൾ കുറുനരി പറഞ്ഞു, അവിടെയെങ്ങും ആരും തന്നെ കാണാനില്ല. ആളൊഴിഞ്ഞ ഈ യുദ്ധഭൂമി കാണുമ്പോൾ തോന്നുന്നത് യുദ്ധം കഴിഞ്ഞ് എല്ലാവരും പോയിട്ടുണ്ടാകും എന്നാണ്. ഒഴിഞ്ഞ ഈ കൂടാരത്തിനകത്ത് നോക്കിയാൽ ബാക്കി വന്ന എന്തെങ്കിലും ആഹാരം കിട്ടാതെ ഇരിക്കില്ല. ഇതും പറഞ്ഞ് അവൻ ആദ്യം കണ്ട ഒരു കൂടാരം ലക്ഷ്യമാക്കി നടന്നു. അപ്പോഴാണ് അവനൊരു ശബ്ദം കേട്ടത്. കുറുനരി ചുറ്റുപാടും നോക്കി. അവിടെയെങ്ങും ആരും തന്നെ കാണാനുണ്ടായിരുന്നില്ല. അവൻ വീണ്ടും മുന്നോട്ട് നടന്നു. കുറച്ചു സമയത്തിന് ശേഷം അവൻ ആ ശബ്ദം വീണ്ടും കേട്ടു. ഇത്തവണ മുൻപത്തെക്കാളും ഉച്ചത്തിലായിരുന്നു ശബ്ദം കേട്ടത്. ഭയന്ന് വിറച്ച കുറുനരി സ്വയം പറഞ്ഞു, ഇവിടെയെങ്ങും ആരെയും കാണാനില്ലല്ലോ. പിന്നെ എവിടെ നിന്നാണ് ഈ അപരിചിത ശബ്ദം? കേട്ടിട്ട് എന്തൊച്ചയാണെന്ന് മനസ്സിലാവുന്നുമില്ല. ഇതും പറഞ്ഞ് ആ കുറുനരി ഭയന്ന് അടുത്തു കണ്ട ഒരു മരത്തിന്റെ പുറകിൽ പോയി ഓടി ഒളിച്ചു. എന്നിട്ട് ആ ശബ്ദം വീണ്ടും കേൾക്കുന്നുണ്ടോ എന്ന് അവൻ ശ്രദ്ധിച്ചു നോക്കി. തുടർന്നും അതേ ശബ്ദം കേട്ട കുറുനരി പറഞ്ഞു, എന്ത് ശബ്ദമാണ് ഈ കേൾക്കുന്നത്? ഇന്ന് ഈ സമയം വരെ ഞാൻ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. ഭയം മാറ്റിവെച്ച് മുന്നോട്ട് പോയി നോക്കിയില്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. ഇതും പറഞ്ഞ് കുറുനരി ഭയത്തോടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പതിയെ പോയി. അപ്പോൾ ആ കാഴ്ച കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. യുദ്ധ സമയത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡ്രമ്മിന്റെ ഒച്ചയായിരുന്നു കുറുനരി കേട്ടിട്ടുണ്ടായിരുന്നത്. ഒരു മരത്തിന്റെ സമീപത്തായി സൈനികർ ഉപേക്ഷിച്ചു പോയ ഒരു വലിയ ഡ്രം ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ കാറ്റടിക്കുമ്പോൾ മരത്തിന്റെ ചില്ലകൾ തട്ടുന്ന ശബ്ദമായിരുന്നു അവൻ കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറുനരി പറഞ്ഞു, ഞാൻ എന്തൊരു മണ്ടനാണ്! ഈ ഡ്രമ്മിന്റെ ശബ്ദം കേട്ടാണോ ഞാൻ ഭയന്ന് വിറച്ചത്? ഇങ്ങനെ ഭയം മാറിയ കുറുനരി എത്രയും വേഗം ഒരു കൂടാരത്തിന്റെ അകത്തു കയറി നോക്കി. അതിൽ അവന് ദിവസങ്ങളോളം കഴിക്കാനുള്ള ആഹാരമുണ്ടായിരുന്നു. അവൻ അതിനു മതിയാവോളം ഭക്ഷണം കഴിച്ച് ഇപ്രകാരം പറഞ്ഞു, ഭയം കാരണം പേടിച്ച് തിരിച്ചു പോയിരുന്നെങ്കിൽ ഇന്ന് ഭക്ഷണമൊന്നും കിട്ടാതെ വലഞ്ഞേനെ. ഇതിപ്പോൾ കുറച്ചു ദിവസത്തേക്കുള്ള ഭക്ഷണം കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ അവന്റെ ഭയത്തെ അതിജീവിച്ച് കുറുനരി വളരെ നാളുകൾ മതിയാവോളം ഭക്ഷണം കഴിച്ച് സുഖമായി അവിടെ കഴിഞ്ഞു. കൂട്ടുകാരെ, നമുക്കിതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഭയം മാറ്റിവെച്ച് ധീരമായി പ്രതിസന്ധികളെ നേരിടുന്നവരാണ് ജീവിതത്തിൽ വിജയം കൈവരിച്ചിട്ടുള്ളത്. ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നന്ദി.